ഹായ് ഓൾ, രാഹുൽ ഹിയർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലുശ്ശേരിയിലെ എക്സൽ എഞ്ചിനീയേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഹരി സാറുടെ സൂര്യകാന്തി റെസിഡൻസിലാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വേവി ഡിസൈനിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് ആപ്റ്റ് ആവുന്ന രീതിയിലേക്കാണ് മാൾ ഓഫ് ഗാർഡൻസ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കർവി അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ഡിസൈനിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് മാക്സിമം മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റോൺസിൻ്റെ എഡ്ജസ് എല്ലാം നോക്കുകയാണെങ്കിൽ ഒരു വേവി ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സർക്കിൾസ് എല്ലാം ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു ഏരിയൽ വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സർക്കിൾ നമുക്കിതിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു 2 സർക്കിൾസും അതിൻ്റെ സെൻറ്ററിലൂടെ വരുന്ന ഒരു വാക്കിംഗ് ഏരിയയുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സർക്കിളിൽ ഒരു സെമി പോർഷൻ ഈ ഒരു റഫ് ഫിനിഷിൽ വരുന്ന കോബിൾ സ്റ്റോണും, പിന്നെ ബാക്കി സെമി പോർഷൻ ഹാഫ് പോർഷൻ വരുന്നത് ഇതുപോലുള്ള ഗ്രൗണ്ട് കവേഴ്സും വെച്ചാണ് നമ്മൾ ഈ ഒരു സർക്കിൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു വാക്ക് വേയിലേക്ക് വരികയാണെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോൺ, അതായത് എസ് വൈറ്റിൻ്റെ ഒരു ബ്രോക്കൺ ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ ക്രേസി പേവിങ് എന്നെല്ലാം പറയുന്ന ടൈപ്പിലുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു വാക്ക് വേക്ക് നമ്മൾ നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് സർക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു വുഡൻ ഡെക്കാണ്. ഒരു ഈവനിങ് ഒക്കെ നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് ഏരിയ ആയിട്ടാണ് ഈ ഒരു ഏരിയ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡെക്കിൻ്റെ സെൻട്രലായിട്ട് ഒരു മാംഗോ ട്രീ കൊടുത്തിട്ടുണ്ട്. മാംഗോ ട്രീയുടെ തൊട്ട് താഴെയായിട്ട് ഗ്രൗണ്ട് കവറായിട്ട് ഒഫിയോഫോഗൺ ഗ്രീൻ ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡെക്കിന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് ഈ ഒരു ഡ്യുരാന്തയുടെ ഹെഡ്ജസ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും പുറകിലായിട്ട് കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് കുറച്ച് ബാംബൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡ് കോമ്പൗണ്ട് വാൾ നോക്കുകയാണെങ്കിൽ അവിടെയും ഇതുപോലത്തെ കുറച്ച് ഗ്രൗണ്ട് കവേഴ്സും പിന്നെ മീഡിയം ഷ്രബ്സുമാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് ഇതുപോലെ യെല്ലോ ലീഫ് വരുന്ന ഡിസ്മോഡിയം എന്ന് പറഞ്ഞ ട്രീ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്മോഡിയം 2 എണ്ണമാണ് ഈ ഒരു കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു മീഡിയം ടൈപ്പ് ഓർണമെന്റൽ ട്രീ ആണ് ഡിസ്മോഡിയം എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബോക്സ്വുഡ് എന്ന് പറയുന്ന മീഡിയം ഷ്രബും അതിൻ്റെയും ഫ്രണ്ടിലായിട്ട് ഒഫിയോഫോഗൻ വരിഗേറ്റഡുമാണ് ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിരിക്കുന്നത്. വീട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കോസ്റ്റസ് എന്ന് പറഞ്ഞ ഒരു ഫ്ലവറിംഗ് പ്ലാന്റും അതിൻ്റെ താഴെയായിട്ട് ഒഫിയോഫോഗൻ ഗ്രീനുമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ റൈറ്റ് കോമ്പൗണ്ട് വാളിനോട് ചേർന്നുള്ള ഈ ഒരു വേവി ഗ്രീൻ പാച്ചിൽ നമ്മൾ 5 ട്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് സറാക്ക അശോക അഥവാ നമ്മൾ അശോകം എന്ന് പറയുന്ന മരം, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫൈക്കസ് ബെഞ്ചമിന, പിന്നെ തേർഡായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് മില്ലിംഗ്ടോണിയ ഹോർട്ടൻസിസ് അഥവാ ആകാശമുല്ല എന്ന് പറയുന്ന ഫ്ലവറിംഗ് ട്രീ, പിന്നെ ഒരു സപ്പോട്ട മരം. അത് കഴിഞ്ഞിട്ട് ഹിബിസ്കസ് തിലീഷ്യസ് റൂബ്ര എന്ന് പറയുന്ന ആ ഒരു റെഡ് കളർ ലീഫ് വരുന്ന ട്രീ. ഈ ഒരു 5 ട്രീസ് ആണ് ഈ ഒരു ഗ്രീൻ പാച്ചിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ റൈറ്റ് കോമ്പൗണ്ട് വാളിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ ഈ 5 ട്രീസിന് താഴെയായിട്ട് നമ്മൾ മീഡിയം ടൈപ്പ് ഷ്രബ്സും അതുപോലെ തന്നെ അതിൽ ഗ്രൗണ്ട് കവേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മീഡിയം ടൈപ്പ് ഷ്രബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷെഫ്ലറ ഗ്രീൻ, അതുപോലെ തന്നെ ക്രിനം ലില്ലി ഗ്രീൻ, ക്രിനം ലില്ലി റെഡ്, പൻഡാനസ് ആംബ്രിഫോളിസ്, ഡ്രസീന മഹാത്മ. പിന്നെ അതിൽ ഗ്രൗണ്ട് കവേഴ്സ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് മിൽക്കി ഡ്രസീന, പിന്നെ റെഡ് കളറിൽ വരുന്ന ആൾട്ടർനേന്ദ്ര, പിന്നെ അതുപോലെ തന്നെ ഡയനല വരിഗേറ്റഡ്. പിന്നെ വീണ്ടും മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പൻഡാനസ് കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ലാൻഡ്സ്കേപ്പിലും നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഈ ഒരു സ്പൈഡർ ലില്ലി ഗ്രീൻ. പിന്നെ വീണ്ടും മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മുരായ എക്സോട്ടിക്ക അഥവാ ചെടിമുല്ല എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ആയ കാരണം കൊണ്ട് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മുരായ എക്സോട്ടിക്ക. ഹിബിസ്കസ് തിലീഷ്യസ് റൂബ്ര എന്ന് പറയുന്ന ഈ ഒരു ട്രീയുടെ തൊട്ട് താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഫിലോഡെൻഡ്രം സെല്ലവും റൈറ്റ് സൈഡിൽ ലോറോപെറ്റലുമാണ് ഇവിടെ ഞങ്ങൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്.
പിന്നെ നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കൊറിയൻ ഗ്രാസിനകത്ത് സ്പാത്തിഫെല്ലം അല്ലെങ്കിൽ പീസ് ലില്ലി എന്ന് പറയുന്ന പ്ലാന്റിന്റെ ബ്രോഡ് ലീഫ് ടൈപ്പാണ്. അത്യാവശ്യം സൺലൈറ്റ് കൂടുതലായിട്ട് കിട്ടുന്ന പോർഷൻ ആയ കാരണം കൊണ്ടാണ് ഞങ്ങളിവിടെ ബ്രോഡ് ലീഫ് കൊടുത്തിരിക്കുന്നത്. ഇനി സൺലൈറ്റ് ഒന്നും അധികം കിട്ടാത്ത പോർഷൻ ആണെങ്കിൽ അവിടെ നാരോ ലീഫാണ് നോർമലി ഞങ്ങൾ പ്രിഫർ ചെയ്യാറുള്ളത്. വീടിൻ്റെ ലെഫ്റ്റ് കോമ്പൗണ്ട് വാളിനോട് ചേർന്നുള്ള ഗ്രീൻ പാച്ചിൽ 3 ട്രീസ് ആണ് ഞങ്ങളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ട്രീ ആണ് എൻ്റെ പിറകിൽ നിൽക്കുന്ന ബേർഡ് ചെറി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അത്യാവശ്യം ഹൈറ്റിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് ബേർഡിനെ വളരെയധികം അട്രാക്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഇതിനെ ബേർഡ് ചെറി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്ന ട്രീ എന്ന് പറയുന്നത് ടെർമിനാലിയ ഗ്രീൻ ആണ്. പിന്നെ തേർഡായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ അശോക ട്രീ ആണ്. പിന്നെ ഈ ഒരു ട്രീയുടെ എല്ലാം താഴെ സെക്കൻഡ് ലെയറായി പെൻഡാനസ്, ലൂക്കോഫില്ലം, സ്പൈഡർ ലില്ലി, ബോക്സ് വുഡ് പോലുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പേവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ടൈപ്പിലുള്ള പേവിങ് സ്റ്റോൺസ് ആണ് ഈ ഒരു പ്രൊജക്റ്റിൽ ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് 3x2 സൈസിൽ വരുന്ന ഫ്ലെയിംഡ് ഫിനിഷ് ആയിട്ടുള്ള ബാംഗ്ലൂർ സ്റ്റോണും പിന്നെ സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് റഫ് ഫിനിഷിലുള്ള കോബിൾ സ്റ്റോൺസുമാണ്. ഇതിലെ 2 സർക്കിൾസ് വരുന്നതിൽ ഒരു സർക്കിള് സെമി പോർഷൻ കോബിൾ സ്റ്റോൺസിലാണ് ചെയ്തതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്റ്റോൺസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗാർഡൻ ലൈറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ടൈപ്പിലുള്ള ലാമ്പാണ് ഈ ഒരു പ്രൊജക്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ബൊള്ളാർഡ് ലൈറ്റ്സ് ആണ്, രണ്ടാമത്തേത് സ്പൈക്ക് ലൈറ്റ്സ് ആണ്. ബൊള്ളാർഡ് ലൈറ്റ്സ് കൂടുതലും നമ്മുടെ ഡ്രൈവേയുടെ 2 എൻഡിലായിട്ട് ഗ്രീൻ പാച്ചസിൽ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പൈക്ക് ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ട്രീസിലേക്കാണ് ഈ ഒരു സ്പൈക്ക് ലൈറ്റ്സ് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ എക്സൽ എഞ്ചിനീയേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഹരി സാറും വൈഫ് മിനി മാമും ആണുള്ളത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഈ ഒരു വീടിൻ്റെ ഷേപ്പ് നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഒരു ഓർഗാനിക് അല്ലെങ്കിൽ ഒരു വേവി ഡിസൈനിലാണ് ഈ ഒരു വീടിന്റെ ഓരോ വാളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു വിഷനെ കുറിച്ച് നമുക്ക് സാറിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഞങ്ങൾ ബിൽഡിംഗ് നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, എഞ്ചിനീയേഴ്സാണ്. 10-30 വർഷമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ വ്യത്യസ്തമായ ഒരു ഡിസൈനിൽ വേണമെന്നൊരു ആഗ്രഹം വന്നപ്പം അതിലേക്ക് പോയതാണ്. അപ്പോൾ ഇതിൽ ഫ്ലൂയിഡ് ഡിസൈനാണ്, സ്ട്രെയിറ്റ് ലൈനുകളില്ല, ഒടിവും വളവുമുള്ള ഒരു ഫ്ലൂയിഡ് ഡിസൈനാണ് ഇതിൽ പ്രിൻസിപ്പിൾ എടുത്തത്. പിന്നെ അതിന് സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഏറ്റക്കുത്തനുള്ള സ്ഥലമായിരുന്നു. അവിടെ പില്ലേഴ്സ് വെച്ച് നല്ല ഫ്രണ്ടേജ് കിട്ടുന്ന രീതിയിൽ കുറച്ച് വണ്ടികൾ നിർത്തണ്ടൊക്കെ ഒരു ഫ്രണ്ടേജ് ഉള്ള രീതിയിലാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ സ്ട്രക്ചറൊക്കെ പില്ലേഴ്സ് ആണെങ്കിൽ പിന്നെ ഫെറോ സിമെന്റ് ടെക്നോളജി ആണ് ഈ കർവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നല്ല സമർത്ഥരായ ജോലിക്കാരും എഞ്ചിനീയേഴ്സും നമ്മളെ ഗ്രൂപ്പ് എക്സൽ എഞ്ചിനീയേഴ്സാണ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് ഈ പ്രോജക്റ്റ് വിജയിക്കാൻ പറ്റിയത്. പിന്നെ ചെടീന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അവർ കറക്റ്റ് സമയത്തൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാം വൃത്തിയായിട്ട് ചെയ്ത് തന്നിട്ട് രാത്രിയും പകലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നനയ്ക്കാനുള്ള സ്പ്രിംഗർ വെച്ചത് കാരണം നമുക്ക് ഒരു 10 മിനിറ്റ് ആണെങ്കിൽ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആവുന്നില്ല. ഈ വീടിന് ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു ഭംഗി കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ലാൻഡ്സ്കേപ്പാണ്. ആ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് മരാപ്പുറമുള്ള മാൾ ഓഫ് ഗാർഡൻ. നല്ലൊരു ടീമാണ്. വളരെ ഡിസൈൻ മുതൽ ബാക്കി എല്ലാവിധ ഫിനിഷിംഗ് വർക്കും രാത്രിയും പകലുമായിട്ട് കൃത്യസമയത്ത് തന്നെ അവർ തീർത്ത് തന്നിട്ടുണ്ട്. വെറൈറ്റി ഡിസൈനാണ്, ലൈറ്റിങ്, അതുപോലെ തന്നെ സ്റ്റോൺ പാവിങ്, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഗാർഡനിങ് എല്ലാം തന്നെ വളരെ വെറൈറ്റി ആയിട്ടും വ്യത്യസ്തമായിട്ടും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടും അവർ ചെയ്തു തന്നിട്ടുണ്ട്. മാൾ ഓഫ് ഗാർഡൻ ഒരുപാട് നന്ദി. ഈ സൂര്യകാന്തി റെസിഡൻസും അതിലെ ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.